നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പം ഇംഗ്ലണ്ട് കോങ്കോയോട് ഒന്ന് വേർത്തിട്ടാണ് രക്ഷപ്പെട്ടു പോയത്. സെനഗൽ അവസാനം വരെ 2 ഗോളിന് ലീഡെടുത്ത് നിന്നിട്ട് പിന്നെ കളി കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും ഗോളടിക്കുന്ന USA, ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടതെങ്കിൽ ഇന്ന് അതിനേക്കാൾ മനോഹരമായ പോരാട്ടങ്ങൾക്ക് വേദിയാവുകയാണ്. ക്രൊയേഷ്യയും പോർച്ചുഗൽ തമ്മിൽ ഏറ്റുമുട്ടുന്നു. സ്പെയിനിൻ്റെ കളിയുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നമ്മോടൊപ്പം കളികൾ വിലയിരുത്താൻ വേണ്ടി കളി നിരീക്ഷകൻ ഷിയാബ് സർ ഉണ്ട്. വെൽക്കം ഷിയാബ് സർ. ഇന്നലത്തെ ഇംഗ്ലണ്ടിൻ്റെ കളി നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വല്ലാത്തൊരു കളിയായി പോയി. കോങ്കോ ശരിക്കൊന്ന് വിറപ്പിച്ചിട്ടുണ്ട്. അതെ. തിരിച്ചുവരവ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആ രീതിയിൽ അഭിമാനിക്കാം. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ കളി വിഭാഗത്തിന് ഉപരി അവർ ആക്ച്വലി എന്ന് പറയുന്നത് അവർ എക്സ്പോസ് ചെയ്യപ്പെട്ടൊരു കളി കൂടിയാണ് ഇന്നലത്തെ. എസ്പെഷ്യലി ബാക്ക്, അവരുടെ ഡിഫൻസ് ഒന്നും എക്സ്പോസ് ചെയ്യപ്പെട്ട ഇതാണ് പല ടൈമുകളിലും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പൊതുവെ ഒരു ഇൻകൊഹറൻസ് ശരിക്ക് വളരെ വ്യക്തമായിരുന്നു. പാസുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു യോജിപ്പ്, ഒരു റാപ്പോ ഇല്ലാത്തൊരവസ്ഥ, പൊതുവെ മിസ് പാസുകൾ എന്നുള്ള രീതിയിലൊക്കെ വളരെ വ്യക്തമായിരുന്നു. പിന്നെ നമ്മൾ ആ ഗോളിലേക്കൊക്കെ നയിച്ചത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ സ്പെൻസർ ഭാഗത്തുനിന്ന് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഫുൾ ബാക്ക് ആയിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്സാണ്. ആക്ച്വലി വളരെ കാഷ്വലായിട്ടൊരു അപ്രോച്ചാണ് ആ ഗോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ പല ടൈമിലും ആ ഒരു വൾണറബിലിറ്റി വളരെ വ്യക്തമായിരുന്നു ഇന്നലത്തെ കളിയിൽ. അപ്പോൾ ഒട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡിഫൻസ്. വളരെ എളുപ്പത്തിൽ ഗോൾ അടിച്ച പോലെ ഒരു ഫീലാണ് തുടക്കത്തിൽ കിപ്പങ്കയുടെ ഗോൾ വന്നത്. ടച്ചിൽ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, അപ്പോൾ എന്നിട്ടും എന്താണ് ഇങ്ങനെ മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ എന്താണ് ഇങ്ങനത്തെ രീതി വളരെ കാഷ്വലായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഗോളിന് ശേഷം പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലൊക്കെ ഒന്ന് നിരന്തരം ഈ ഗോൾ മടക്കണം എന്നുള്ളൊരു ആവശ്യത്തിന് കളിച്ചു. പക്ഷെ അത് ഗോൾ കീപ്പറാണ് പണിയായി നിന്നത്. അതന്നെ, ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ഓരോ പ്ലേയേഴ്സ് എന്താ പറയുക, ഒരു പോസ്റ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഗോൾ കീപ്പറുടെ ചില എന്താ പറയുക എക്സലൻറ്റ് സേവുകൾ, അതേപോലെ തന്നെ ചില പ്ലേയേഴ്സിൻ്റെ അവിടുന്ന് ഗോൾ ലൈനിലുള്ള ചില ക്ലിയറിങ്, ഇങ്ങനത്തെ രീതിയിലൊക്കെ എന്താ പറയുക ഒരുപാട് ഇംഗ്ലണ്ടിൻ്റെ ആ രീതിയിൽ ഒരുപാട് ബെല്ലിംഗാമൊക്കെ തൈലിൽ കൈവെക്കുന്നുണ്ടായിരുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഗാനയുടെ കളിച്ച സമയത്ത് ഇതേപോലെ തന്നെ കണ്ടതാണ്. ബോൾ പൊസിഷൻ റിഗിയർ 78% ബോൾ പൊസിഷൻ ഉണ്ടായിട്ട് ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ കോങ്കോയെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി എന്താ പറയുക, രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യൂറോ 2014 ഐസ്ലാൻഡിനായിട്ട് ഇതേപോലെ തന്നെ ഒരു 2-1 തോറ്റ് പുറത്തായതാണ് യൂറോ കപ്പിൽ 2016. അപ്പോൾ അതിനുശേഷം ഇതുപോലെ എന്താ പറയുക, നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ തോറ്റ് പുറത്തായിട്ടുണ്ടെങ്കിൽ അതാണ് രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഇതിൽ ഹാരി കെയിൻ്റെ 2 ഗോളുകളും സൂപ്പർ ഗോളായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഗോളൊക്കെ ഒരു വെടിച്ചില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കളി ഒരു ടീം ഗെയിം എന്നുള്ള ഉപരി ഇൻഡിവിജ്വൽ വ്യക്തിഗത മികവിലാണ് ആക്ച്വലി 2 ഗോളുകളും ഉണ്ടായിട്ടുള്ളത്. 2 ഗോളും വന്ന് ആ ഒരു ഹാരി കെയിൻ്റെ ഒരു മികവിലാണ് ആക്ച്വലി ഇംഗ്ലണ്ട് ഇന്നലെ രക്ഷപ്പെട്ടതെന്ന് പറയാം. ഗോർഡനാണ് 2 അസിസ്റ്റ്. ബോക്സിൽ ഒന്നും ശരിക്കും മാർക്ക് ചെയ്യപ്പെടാത്തതുകൊണ്ട് ഹാരി കെയിൻ നല്ല രീതിയിൽ അത് ഗോൾ അടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. രണ്ടാമത്തെ ബോക്സിന്റെ എഡ്ജ് എന്താണ് പൊതുവെ ഡിയർ കോങ്കോയുടെ ഭാഗത്തുനിന്ന് ആ സ്പേസ് ഒന്നും അവിടെ കിട്ടലില്ല, അടിക്കാനുള്ള സ്പേസ് ഒന്നും കിട്ടലില്ല. പക്ഷെ ഇന്നലെ ഹാരി കെയിൻ ആ ഒരു ടൈം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ ഒരു വല്ലാത്ത ഫോമിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അപ്പോൾ അതോടുകൂടി 13 വേൾഡ് കപ്പ് ഗോളുകളായി. പെലെക്ക് 12 വേൾഡ് കപ്പ് ഗോളുകളേ ഉള്ളൂ. 13 വേൾഡ് കപ്പ് ഗോളുകളായി. മാത്രമല്ല നേരത്തെ തന്നെ അദ്ദേഹം ഗാരി ലിനേക്കറെ മറികടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ഗോൾ അടിച്ചതിൽ. സോ കെയിൻ അദ്ദേഹത്തിൻ്റെ ക്ലബിലെ ഫോം അതേപോലെ ഇവിടെ തുടരുന്നൊരു കാഴ്ച, അത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്നതായിരിക്കും. അടുത്തൊരു മത്സരം സെനഗൽ വേഴ്സസ് ബെൽജിയം മത്സരത്തിൻ്റെ ഒരു അവസ്ഥ. സെനഗൽ ഒരു 80-85 മിനിറ്റ് വരെ 2-0 മുന്നിലാണ്. എന്നിട്ട് ആ കളി സമനിലയായി. പിന്നെ എക്സ്ട്രാ ടൈമിൽ ഒരു പെനാൽറ്റി, അത് പെനാൽറ്റി ആണോ എന്നുള്ള കാര്യത്തിൽ ചില എക്സ്പേർട്ടുകൾക്ക് തർക്കമുണ്ട്. മിനിമൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇൻറ്റൻഷനലി ചെയ്തല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താണ് ആ കളിയെ പറ്റി പറയാനുള്ളത്? അതൊരു ഫെയറി ടെയിൽ വിജയമാണ് ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം. ഒരു 2 അസ്ഥിരമായിട്ടുള്ള 2 ടീമുകളുടെ ഒരു പ്രകടനം. സെനഗലെ സംബന്ധിച്ച് സെനഗൽ എങ്ങനെയാണ് റൗണ്ട് ഓഫ് 13 വന്നത് അറിയാം. 3 പോയിന്റ് നേടി ഈ റൗണ്ടിലെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്ന ഒരേ ടീം സെനഗലാണ്. ആദ്യത്തെ 2 കളി തോറ്റിട്ട് ഒരു കളി മാത്രം ജയിച്ചിട്ട്. ബെൽജിയം അതേപോലെ തന്നെ കൂടുതൽ ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തെ കളിയിൽ 5 ഗോൾ അടിച്ചു എന്നുള്ള രീതിയിൽ വന്നതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ സെനഗലിനാണ് കൂടുതലായിട്ട് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം നല്ല രീതിയിൽ, എന്താ ഇൻറ്റൻറ്റ് സെനഗലിൻ്റെ ഭാഗത്ത് ഇൻറ്റൻസിറ്റിയോടുകൂടി കളിച്ചത് സെനഗലാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഗോൾ അടിച്ചു. അങ്ങനെ രണ്ട് ഗോള് എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് സെനഗലിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 85 മിനിറ്റ് വരെ സ്ലിപ്പായി പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഗാലറിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അതിലെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നാൽ പോലും ആ കളി തിരിച്ചുവരവൊന്നും ഇല്ല എന്ന രീതിയിൽ നമുക്ക് കാണായിരുന്നു ശരിക്ക്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു നമ്മൾ വളരെ വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തിരിച്ചുവരവാണ്, ഒരു ഫെയറി ടൈൽ പോലെ തന്നെയുള്ള ഒരു തിരിച്ചുവരവാണ്, ഒരു കഥയാണെന്നുള്ളതാണ്. അവസാന നിമിഷത്തിലാണ് പെനാൽറ്റി വരികയും ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. പെനാൽറ്റിയും അതേപോലെ തന്നെ ഫീലിംഗ് തന്നെ ഉണ്ടായത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്താണ് അതിൽ നിശ്ചയിച്ചിട്ടുണ്ടാവുക, എനിക്ക് തോന്നുന്നു ചെറിയ നമ്മൾ ഒന്നത് പോസ്റ്റ് തൊട്ട് മുൻപിലാണ്, ചെറിയൊരു നേരിയൊരു കോണ്ടാക്ട് ചിലപ്പോൾ ഗോളിലേക്ക് എത്താം, വലയിലേക്ക് പോകാം. അതേസമയം അത് ആ രീതിയിലുള്ള പോസ്റ്റിലേക്കുള്ള ഒരു കോണ്ടാക്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വിവാദം ഏതായാലും ഉണ്ട്. വിവാദങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കട്ടെ. സംഭവം 3-2 ബെൽജിയം വിജയിച്ചു കഴിഞ്ഞു. പിന്നെ USA 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും ബോസ്നിയൻ ഹെർസഗോവിനക്കെതിരെ 2-3 ജയിച്ചു. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും സബ്സ്റ്റിറ്റ്യൂഷനോ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലേക്കൊന്നും പൊച്ചറ്റീനോ പോയതുമില്ല. രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് വരെ ആ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് വല്ലാതെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലുള്ള 3 ഹോസ്റ്റിംഗ് നേഷൻസും ഇപ്പോൾ നോക്കൗട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മെക്സിക്കോ വളരെ ആധികാരികമായിട്ട് എത്തി. ഇപ്പോൾ USA കേസിലാണെന്നുണ്ടെങ്കിലും അവർ ഫസ്റ്റ് റൗണ്ടിൽ നല്ല കളിയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ടർക്കിയോട് തോറ്റു 3ാമത്തെ കളി, പക്ഷേ അതൊരു നേരിയ മാർജിനുള്ള തോൽവിയായിരുന്നു. ഇപ്പോൾ ഈ കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വളരെ ആത്മവിശ്വാസം നൽകുന്നൊരു വിജയമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത കളിയിൽ അവരുടെ ബലോഗൺ ഒരു പ്രധാന സ്ട്രൈക്കറായിട്ടുള്ള സർവീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. റെഡ് കാർഡ് കിട്ടിയെന്നുള്ളതാണ്. അപ്പം എന്തായാലും നല്ലൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ വേറെ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് 10 പേരെ കൊണ്ടുവന്ന് ചെയ്തു ആ ടീം നല്ല രീതിയിൽ ഇടയിലിറത്തി വിജയിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 പേരായി നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത്. ആളെണ്ണം കുറഞ്ഞിട്ടും എതിരാളികൾക്ക് ന്യൂമറിക് അഡ്വാൻറ്റേജ് കൊടുക്കാതെ ജയിച്ചു കയറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളികളിലേക്ക് പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളികളാണ്. ആദ്യത്തെ കളിയിൽ നിന്ന് നമുക്ക് ആ ഓർഡർ തന്നെ പോകുന്നതായിരുന്നു. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പോരാട്ടം. ഇതിൽ ഇന്നലെ ഇപ്പം റാൽഫ് റാഗ്നിക്ക്, അതായത് നമ്മുടെ ഓസ്ട്രിയൻ്റെ കോച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ, അതെന്താണ് ആ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല, ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സ്പെയിനെതിരെ നന്നായിട്ട് പോരാടാൻ പറ്റും. ഒന്ന് അദ്ദേഹം പറയാൻ ഡിഫെൻസീവ്ലി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്പെയിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2010 വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ഒരൊറ്റ വേൾഡ് കപ്പിലും നോക്കൗട്ടിലൊരു വിജയം അവർക്ക് കിട്ടിയിട്ടില്ല. സ്പെയിന് മാത്രമല്ല, 2006, 2010, 2014 ഈ 3 ലോകകപ്പുകളിൽ ജേതാക്കളായിട്ടുള്ള ടീമുകൾ പിന്നെ അതിനുശേഷം നോക്കൗട്ട് സ്റ്റേജിൽ വിജയിച്ചിട്ടില്ല. ജർമ്മനി ആണെങ്കിൽ ഇറ്റലി പിന്നെ വേൾഡ് കപ്പിന് വരാറില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അതാണ്. അപ്പോൾ സ്പെയിന് നമ്മളിങ്ങനെ ബ്രസീൽ ഡിക്ലൈനായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഇറ്റലി വേൾഡ് കപ്പിനില്ല എന്നൊക്കെ പറയുമ്പോഴും ജർമ്മനിയുടെ കഥ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പുറത്തു കൂടി സ്പെയിൻ എന്തോ മഹാസംഭവമാണെന്നുള്ളൊരു ധാരണ ആളുകൾക്കുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതൊക്കെയാണ്. ഇത്തവണ ആ ഒരു നോക്കൗട്ട് വിജയം ഉണ്ടാവുമോ? നോക്കൗട്ട് വിജയം ഓസ്ട്രിയയാണ് എതിർ ടീം. ഓസ്ട്രേലിയ ഹൈ പ്രസ് ചെയ്തിട്ട് കളിക്കുന്ന ടീമാണ്. അപ്പോൾ അർജന്റീനയായിട്ട് മെസ്സിയുടെ ഒരു വ്യക്തിഗത മികവിലാണ് അർജന്റീന ജയിക്കുന്നത്. നല്ല പ്രസ് ചെയ്തിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ടീമാണ് ഓസ്ട്രിയ പൊതുവെ. അപ്പോൾ ഗോൾ അടിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടും എന്തായാലും സ്പെയിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഹൈ പ്രസ്സിങ്, നല്ല ഡിഫൻസ്, ടൈറ്റ് ഡിഫൻസ് ഉള്ള ലേക്ക് പോകുന്ന ടീമുകൾക്കെതിരെ സ്പെയിന് പൊതുവെ ഗോൾ അടിക്കാൻ ഒരു ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ കേപ്പബിലിറ്റി നമ്മൾ കണ്ടു ആ രീതിയിൽ. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ രീതിയിൽ കൂടുതൽ ഗോൾ അടിക്കാൻ, അത് ഗോൾ അടിച്ച് ജയിച്ചിട്ടുള്ളത് ഇപ്പം അവർ സൗദി അറേബ്യനായിട്ടുള്ള 4 ഗോൾ ജയമാണ്. സൗദി അറേബ്യ മാത്രമാണ് ഗോൾ അടിച്ചത്. മറ്റൊന്നും തന്നെ നല്ലൊരു, ഇപ്പോൾ യുറുഗ്വേയിട്ട് ജയിച്ചു, 1 ഗോളിന് ജയിച്ചു, പക്ഷെ അതൊരു കൺവിൻസിങ് ആയിട്ടുള്ള വിക്ടറി ആയിരുന്നില്ല. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ ആയിട്ടില്ല. അപ്പോൾ ഫ്രാൻസുമായിട്ടുള്ള ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായ സംഭവം നമ്മൾ മുന്നേറ്റ നിരയുടെ കാര്യത്തിൽ ഇപ്പോൾ ഫ്രാൻസിൻ്റെ വളരെ ഡെഡ്ലി ഒരു കോംബോ ആണ്, നമ്മൾ അവരുടെ ഒരു മാരകമായിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ അതേമാതിരിയുള്ള എന്താ പറയുക, നമ്മൾ ടീമുകൾക്ക് നിരന്തരം പ്രഷർ കൊടുക്കുന്ന, ഏത് സമയത്തും ഗോൾ അടിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള
ഒരു രീതിയിൽ സ്പെയിൻ അത്ര ഒരു എംഫാറ്റിക് ആയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത് സ്പെയിനിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വിഷയമാണ്. മാത്രമല്ല മറുഭാഗത്ത് സ്പെയിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ടീമാണ് ഓസ്ട്രിയ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അവരെ അർണോട്ടോവിച്ച് ഇന്നുണ്ടാവുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പോലും ഷ്മിഡ്, ലൈമർ, സാബിറ്റ്സർ, ഷാൽഗർ, അങ്ങനെ പിന്നെ അലാബ ഡിഫൻസിലുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ മികച്ചൊരു ടീമും കൊണ്ട് തന്നെയാണ് റാൾഫ് റാഗ്നിക്ക് വരുന്നത്. മറുഭാഗത്ത് ഇന്നിപ്പം പ്രധാന റോളിൽ ലാമിൻ യമാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ലാമിൻ യമാലും ഓയർസബാളും അലക്സ് ബെയ്നയും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റ നിര. ഇതിൽ ഇപ്പം ഗോളടിക്കാൻ സ്പെയിന് ശരിയാണ്, സൗദിക്കെതിരെ ഗോളടിച്ചു. അതിനപ്പുറത്തേക്ക് ഈ 3 പേരുടെ മുന്നേറ്റ നിരയിൽ പിന്നെ ഒൽമോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ ആര് വരും, എന്തായിരിക്കും, ആരായിരിക്കും ഗോളുകൾ അടിക്കാനുള്ളത്? അതാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. സ്പെയിൻ ഇപ്പോൾ ഡിഫൻസിന്റെ കാര്യത്തിൽ നിലവിൽ പരീക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കൂടുതലായിട്ട് അവരിപ്പോൾ ക്ലീൻ ഷീറ്റാണ് കളികളിലൊന്നും, ഗോളൊന്നും വഴങ്ങിയിട്ടില്ല. പക്ഷേ ഈ ആക്രമണത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗോളടിക്കുക, ആരെ ഗോളടിക്കുക എന്നതിനെ കുറിച്ച് ഇപ്പം നമ്മൾ കഴിഞ്ഞ കളിയിലൊക്കെ ഓൾമോ വരുമ്പോൾ ഒന്നുകൂടി മുന്നേറ്റത്തിൽ ഒന്നുകൂടി ഒരു വിഗറായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ആക്റ്റീവായിട്ട് നല്ല എന്താ പറയുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രൈക്കർമാർ ഇപ്പോൾ നമ്മുടെ ടോറസ് ആണ് ഒന്ന് സ്ട്രൈക്കറായിട്ട് വരുന്നത്. ഫെറാൻറ്റോറസിന്റെ പ്രകടനം എന്ന് പറയുന്നത് എന്താ പറയുക, ചാൻസുകൾ എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും വളരെ കൺവിൻസ്. ഇതുവരെ ഒരു ഗോള് പോലും വന്നിട്ടില്ല ഫെറാൻറ്റോറസിനെ ഇറക്കിയിട്ട് ചാൻസുകൾ കിട്ടിയിട്ട്. പക്ഷെ ഇവരെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ അതുപോലെ ഒയർസബാലിന്റെ ഒരു ചാൻസുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒയർസബാൽ ഇത്തവണ ഗോൾ അടിച്ചിട്ടുണ്ടോ ഈ വേൾഡ് കപ്പിൽ? രണ്ടാം കളിയിൽ ഗോൾ അടിച്ചു. ആദ്യ കളിയിൽ ഒന്നും നടന്നില്ല, പക്ഷെ രണ്ടാമത്തെ കളിയിൽ അദ്ദേഹത്തിന് ഗോൾ ഉണ്ട്. അതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഫ്രാൻസും നമ്മളിത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ബോക്സിൽ കയറിയിട്ടും ഗോൾ അടിക്കും, ബോക്സിനെ പുറത്തുനിന്ന് ഗോൾ അടിക്കാൻ പറ്റിയ ലോങ് റേഞ്ച് ഷോട്ടുകൾ എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ എന്താ പറയുക, ഇപ്പം ഇങ്ങനെ ഡീപ്പ് ബ്ലോക്കിൽ വരുന്ന നല്ല ഡിഫൻസ് വരുന്ന ടീമുകളായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, കടന്നിട്ട് ഗോൾ അടിക്കാൻ പറ്റണം എന്ന രീതിയിലേക്ക് ഒരു പ്ലാൻ ബി അവരെ സംബന്ധിച്ച് ഉണ്ടാവണം. കാരണം കടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചോളം ലോങ് റേഞ്ചിലുള്ള ഷൂട്ടിലൂടെ ഗോൾ അടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അധികം ഉണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ്. ഏതായാലും യമാലിനെ കൊണ്ട് അതൊക്കെ കഴിയും. യമാല് ബാഴ്സലോണയിൽ അങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെ അതേപോലെ തന്നെ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് കുറവിലാണ് കളിക്കുന്നുള്ളത്. ഇഞ്ചുറിയെ കുറിച്ച് കോൺഷ്യസ് ആയി കൊണ്ടാണ് യമാൽ കളിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ഇരിക്കാത്ത റിസ്ക് എടുത്തിട്ട് ഒരു കളി യമാലിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് അധികം കാണുന്നില്ല. ഇപ്പോൾ ഇഞ്ചുറിയിലേക്ക് ഇനി പോകുമോ എന്നുള്ള ഒരു ഭയം സംഭവത്തോട് കൂടിയിട്ട്. അപ്പോൾ അത് ഒരു വിഷയം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ കവർ ചെയ്യാൻ വേണ്ടി മറ്റുള്ള പ്ലേയേഴ്സ് വേണം ആ രീതിയിൽ റിസ്ക് എടുത്ത് കളിക്കാൻ. ഇഞ്ചുറി ഇല്ലാത്ത പ്ലേയേഴ്സ് കളിക്കണം ആ രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ടുള്ളൊരു ഭാരം കുറയുന്നുള്ളതാണ്. ഏതായാലും അലക്സ് ബെയ്നെയാണ് കഴിഞ്ഞ കളി ഗോൾ അടിച്ചത്. അദ്ദേഹം ഇന്നും ഉണ്ടാവും. അദ്ദേഹത്തിൽ നിന്ന് ഗോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലാമിൻ യമാൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് മുണ്ടോ ഡിപ്പോർട്ടിവോ ഒക്കെ പറയുന്നത്. അപ്പം അത് കുറച്ചുകൂടി കൃത്യമായിരിക്കും. കാറ്റലൻ മാത്യു ആണല്ലോ. അപ്പം ആ രൂപത്തിൽ ഇപ്പം അറ്റാക്കിങ്ങിലേക്ക് വരെയായിരിക്കും ഡാനി ഒൽമോ, ലാമിൻ യമാൽ, ഒയർസബാൾ, അലക്സ് ബെയ്ന എന്നിവർ ഒരുമിച്ചിറങ്ങുമെന്ന് വിചാരിക്കുന്നു. പിന്നെ റോഡ്രിഗോയും റോഡ്രിയും പെഡ്രിയും മധ്യനിരയിലുണ്ടാവും. ഡിഫൻസിൽ ലോറൻറ്റും കുബാസിയും ലാപ്പോർട്ടും കുക്കറയെയും ഗോൾ കീപ്പറായിട്ട് ഉനായ് സിമോൺ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പെയിൻ്റെ ഒരു 11. അപ്പം നമ്മൾ സ്പെയിൻ്റെ കാര്യം പറയുമ്പോഴേ കളി ആര് ജയിക്കും, എന്താണ് ഒരു സ്കോർ ലൈൻ സാറിൻ്റെ മനസ്സിൽ വരുന്നത്? പൊതുവെ എല്ലാ കാര്യം ഇപ്പോൾ നിലവിൽ ഹിസ്റ്ററി കഴിഞ്ഞ പറഞ്ഞത് എതിരാണ്, നോക്കൗട്ട് സ്റ്റേജിൽ കടന്നിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിലവിലെ പെർഫോമൻസ് ഇപ്പോൾ വളരെ ഫേവറേറ്റ് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഇതുവരെ ഫ്രാൻസ് ഇപ്പോൾ നിലവിൽ വരുന്നത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കളി കഴിയുന്നത് വരെയൊക്കെ തുടക്കത്തിൽ സ്പെയിനിന് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ ബെറ്റിങ്ങിലും സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ബെറ്റിംഗ് ഓഡ്സിലൊക്കെ കൂടുതലായിട്ട് സ്പെയിനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സാധ്യത കുറച്ച് മങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിനാണ് കൂടുതലായിട്ട് റെഡ് ഹോട്ട് ഫേവറേറ്റ്സ് ഇപ്പോൾ ഫ്രാൻസാണ്. അപ്പോൾ നിലവിൽ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നോക്കൗട്ട് ഇത് കടക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. കളി ജയിക്കും, ഓസ്ട്രേലിയ ജയിക്കും. എന്താണ് സ്കോർ ലൈൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്? സ്കോർ ലൈൻ പ്രഡിക്റ്റ് ചെയ്താൽ എന്താണ്
ഒരു 2-0. 2-0. ഓക്കെ, 2-0 സ്പെയിൻ ജയിക്കുന്നതാണ് സാറ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കളി, പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള കളി. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രൊയേഷ്യ ഇതുവരെ ഒരു ഒഫീഷ്യൽ മത്സരത്തിലും പോർച്ചുഗലിനെതിരെ ജയിച്ചിട്ടില്ല. ആകെ 10 കളികളാണ് ഇവർ തമ്മിൽ കളിച്ചത്. അതിൽ ഫ്രണ്ട്ലിയൊക്കെ അടക്കം 10 കളികളാണ്. അതിൽ വേറെ മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള 3 മത്സരങ്ങളിൽ ഹെഡ് ടു ഹെഡിൽ പോർച്ചുഗലിനാണ് അഡ്വാൻറ്റേജ്. പക്ഷേ കഴിഞ്ഞ 3 മത്സരങ്ങൾ, ലാസ്റ്റ് 3 മത്സരങ്ങളിൽ ക്രൊയേഷ്യയെ പോർച്ചുഗലിന് തോൽപ്പിക്കാനും പറ്റിയിട്ടില്ല. അതെ അതെ അതെ, അതിലൊരു കാര്യമാണ്. അങ്ങനെയുണ്ട്. അതിലൊരു കളി ഇപ്പം ഇവർ 2024 ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ലി മത്സരം ക്രൊയേഷ്യ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10 കളികൾ ഇവർ കളിച്ചതിൽ 7 ജയിച്ചിട്ടുള്ളത് പോർച്ചുഗലാണ്, 2 സമനിലയാകുകയും ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക്. 1 നമ്മുടെ ക്രൊയേഷ്യ ജയിച്ചു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ 2 ടീമിൻ്റെയും കോച്ചുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മുതലാണ് റിയൽ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ളൊന്നും വേൾഡ് കപ്പിലെ ഒരു കളികളായിട്ട് അവർ കൂട്ടുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ള വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളി 2 ലെജൻഡുമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതുമാണ്. ലൂക്ക മോഡ്രിച്ച് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ക്രിസ്ത്യാനോ. ആ 2 ലെജൻഡുമാരും ഇന്നലെ നമ്മുടെ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ചിന്താശേഷിക്ക് അപ്പുറത്തേക്ക് കടന്ന 2 ലെജൻഡുമാരാണ്. 40 വയസ്സിന് ശേഷം വേൾഡ് കപ്പിൽ ഇങ്ങനെ ഒക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് പോയവരാണ്. ഈ 2 ലെജൻഡുമാരിൽ ഒരാളിന്നും മടങ്ങും. അതാരായിരിക്കും? അതാരോ? ഇത് ഇന്നത്തെ കളിയിൽ പൊതുവെ നമ്മൾ കാണാൻ പോകുന്നത് പോർച്ചുഗലിൻ്റെ ഒരു അറ്റാക്കും അതേപോലെ തന്നെ ഇവരുടെ ഡിഫൻസ് എന്നുള്ളതാണ്. മിഡ്ഫീൽഡ് ആയ കളി നിയന്ത്രണം വരിക. ഇപ്പോൾ ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡിലൊക്കെ വെറ്ററൻസ് ആണ്. ഇപ്പോൾ കോവാസിച്ച് ആണെന്നുണ്ടെങ്കിലും മോഡ്രിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വെറ്ററൻ പ്ലെയേഴ്സാണ്. സ്റ്റിൽ ആ ഒരു കളി മിഡ്ഫീൽഡിൽ ആരോ നിയന്ത്രണം. ഇപ്പോൾ പൊതുവെ ക്രൊയേഷ്യ എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ള കളിയായിരിക്കും ഉണ്ടാവുക. സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒന്നുകൂടി എന്താ പറയുക പ്രസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു കളിയാവും പൊതുവെ ഉണ്ടാവുക. പക്ഷെ എന്നാലും അവർ ഡിഫൻസിൽ കുറച്ച് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം പക്ഷേ അതിലൊരു വേറൊരു വിഷയം ഇവരുടെ പോർച്ചുഗലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു കളിക്കുന്നത് ക്രിസ്ത്യാനോയെ സ്ട്രൈക്കറായിട്ടുണ്ട്, ഏക സ്ട്രൈക്കറാക്കിയിട്ടാണ്. ആ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കളി പോർച്ചുഗലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ പോർച്ചുഗലും ബ്രസീൽ കളി തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഇഗാർ തിയാഗോയുടെ സ്ട്രൈക്കറാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ആദ്യത്തെ കളിയിൽ നിന്ന് അത് വലിയ രീതിയിലുള്ളൊരു ആക്ച്വലി എന്താ പറയുക ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസ് അല്ല ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതായത് ബ്രസീൽ ഒന്നുകൂടി എക്സ്പോസ് ചെയ്യപ്പെട്ട കളിയിൽ. പക്ഷെ അടുത്ത കളി മുതൽ അവരുടെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി എനിക്ക് തോന്നിയത് നാച്ചുറലായിട്ടുള്ള അവരുടെ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ വിനീഷ്യസ് അവർ പ്രധാന പ്ലെയേഴ്സ് വിനീഷ്യസ് ഗോൾ അടിക്കുന്നു, ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക സ്പേസിൻ്റെ കളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലൊക്കെ കളിക്കാൻ പറ്റുന്ന. പിന്നെ അതിന് ശേഷം റാഫിഞ്ഞ പരിക്ക് പോയിട്ട് റയൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഫോർമേഷൻ ആ ഒരു ഫ്രണ്ടിൽ 3 പേര് നിന്നിട്ടുള്ള ഒരു കളി ആ രൂപത്തിലാണ് ഫോർവേഡ്സ് അതിൽ കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ പക്ഷെ ആ രൂപത്തിൽ വന്നപ്പോൾ ബ്രസീൽ വളരെ നാച്ചുറലായ രീതിയിലാണ് കളിക്കുന്നത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ ആലോചിച്ചപ്പോൾ വെച്ചെങ്കിൽ പോർച്ചുഗലിന് ആ രീതി വളരെ യോജിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ പോർച്ചുഗൽ നേരിടുന്ന വിഷയം ഇപ്പോൾ നമ്മുടെ 2010 വേൾഡ് കപ്പിലെ ഗോൾഡ് ബോൾ വിന്നർ ഡിഗോ ഫോർലാൻ ഉറുഗ്വേയുടെ ഡിഗോ ഫോർലാൻ പറഞ്ഞ സംഭവമുണ്ട്. പോർച്ചുഗലിന്റെ നിലവിലെ പ്രശ്നം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അതിനിവിടെ ഡിയോഗോ ഫോർലാൻ ആരാന്നൊക്കെ ചോദിച്ചു ഭയങ്കര പ്രശ്നങ്ങൾ ഞങ്ങൾ ഫാൻസ് ഉണ്ടാക്കി. ഡിഗോ ഫോർലാൻ ആരാന്ന് അറിയാത്തതുകൊണ്ടാണ് വേൾഡ് കപ്പിലെ ഗോൾഡ് 2010 വേൾഡ് കപ്പ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിലടിച്ചിട്ടുള്ള ഗോളുകളും അല്ല എങ്ങനെയാണ് ഡിഗോ ഫോർലാൻ പെർഫോം ചെയ്തെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക ഇപ്പോൾ നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ നമ്മൾ ബോക്സിൽ മാത്രം നല്ല പോച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് നല്ല പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ഉണ്ട്. യൂറോപ്പിലെ എലൈറ്റ് ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം നിലവിലൊരു പ്രശ്നം അവർ നേരിടുന്നത്
ക്രിസ്ത്യാനോക്ക് ബോൾ എത്തിച്ച് കൊടുക്കണം എന്നുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെ. ഇപ്പോൾ ഇതേപോലെ ബ്രസീൽ ചെയ്തതുപോലെ ക്രിസ്ത്യാനോയെ ഒന്ന് തൽക്കാലം പിന്നെ സൂപ്പർ സബ്ബോ രൂപത്തിലൊക്കെ ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബ്രസീൽ നിലവിൽ കളിക്കുന്ന രീതിയിൽ കളിക്കാൻ പറ്റൂലേ അതിനൊക്കെ നന്നായിട്ട് കളിക്കാൻ വേൾഡ് ക്ലാസ് ആണ്. ഗോൾ അടിക്കാനും പറ്റും അല്ലെ. ഇപ്പൊ ഫെലിക്സിനെ പോലുള്ള പ്ലേയേഴ്സിനെ വേണമെങ്കിൽ അവർക്ക് ഫാൾസ് നമ്പർ ആക്കാം. ഓക്കെ. പിന്നീട് അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് കൂടുതൽ റോളുകൾ സ്വതന്ത്രമായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പക്ഷേ സംഭവം എന്താ വെച്ചാൽ കോച്ച് ഇപ്പോൾ ഇന്നലെ ചോദിച്ചു കോച്ചിനോട്, ഗോൺസാലോ റാമോസിനെ ഇറക്കാൻ സമയമായില്ലേ, ക്രിസ്ത്യാനോക്ക് റെസ്റ്റ് കൊടുക്കാൻ സമയമില്ല. അപ്പം അദ്ദേഹം അതിൽ നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയായി. അതായത് ഞങ്ങളാണ് ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കളിക്കാരെ 3 കളികളിൽ കളിപ്പിച്ച് 21 കളിക്കാരെ കളിപ്പിച്ചു, അവരെല്ലാവരും പ്രിപ്പയർഡ് ആണ് ഈ കളിക്ക്, അതുകൊണ്ട് ആരെ വേണമെങ്കിലും ഇറക്കാനാണ് പറയുക. അതായത് ഈ മാറ്റൂല എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാറ്റാൻ സാധ്യതയില്ല കോച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്ന് കരുതുന്നത്. പക്ഷേ പോർച്ചുഗീസ് മാധ്യമം എബോലൊക്കെ പറഞ്ഞ് ഗോൺസാലോ റാമോസ് വരും, ഗോൺസാലോ റാമോസും നമ്മുടെ ജാവോ ഫെലിക്സും കോൺസിസാവും കൂടിയായിരിക്കും മുന്നേറ്റ നിരയിൽ നിന്ന് പറയുന്നു. കോച്ച് പെഡ്രോനെറ്റയാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ കളിപ്പിച്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഫെലിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഗോൺസാലോ റാമോസ് സ്ട്രൈക്കറായിട്ട്, കോൺസിസാവോ ഒരു ഭാഗത്ത് ഫെലിക്സ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ റാമോസിന്റെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 3 കളികളിൽ വേണ്ടത്ര പ്ലേയിങ് ടൈം കിട്ടിയിട്ടില്ല. ക്ലബിലും അങ്ങനെ വലിയ പ്ലേയിങ് ടൈം ഒന്നും കിട്ടാറില്ല. പോയി ട്രാൻസ്ഫർ വന്നു. അപ്പൊ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ് ഒരു വിഷയം റാമോസിനെ സംബന്ധിച്ചത്. അത് എങ്ങനെയാണ് നമ്മൾ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, പിന്നെയും കളിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതിനെ കുറിച്ച് ചെയ്യാൻ പറ്റും. ഇത് പ്ലേയിങ് ടൈം കിട്ടാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ അത് ഹാഫ് ചാൻസുകളായിരിക്കാം, ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഫിഡൻസിൽ പിന്നെയും താഴും. അപ്പോൾ പുറന്നുള്ള മറ്റുള്ള കൂടുതലായിട്ട് വിമർശനങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് സംഭവിക്കുക. എന്തായാലും റാമോസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ എന്താ പറയുക, പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതൊരു പക്ഷെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ റാമോസിനെ വെച്ചിട്ട് രീതിയിൽ പോകുന്നുണ്ടോ, ക്രിസ്ത്യാനോക്ക് പകരം റാമോസിനെ ഇറക്കിയിട്ട് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനോ അവർ സ്ട്രൈക്കർ എന്നുള്ള രീതി മാറ്റിയിട്ട്, ഇപ്പോൾ കൺവെൻഷണൽ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് ഈ ഒരു ഫോർമേഷനിൽ മാറ്റം വരുത്തിയിട്ട് ആ രൂപത്തിലൊക്കെ ചെയ്യാന്നുള്ളതാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണോക്കൊക്കെ കുറച്ചുകൂടി ഒരു അവസരമൊക്കെ കൊടുത്ത്, പിന്നെ ഇദ്ദേഹത്തെ ഫോൾസ് നയനായിട്ട് നമ്മുടെ ജാവോ ഫെലിക്സിനൊക്കെ ഉപയോഗിച്ചൊക്കെ വേണമെങ്കിൽ കളിപ്പിക്കാവുന്നതാണ്. ഫോൾസ് നയൻ, അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിങ്ങിലല്ല ജാവോ ഫെലിക്സ് അധികവും അൽ നസറിൽ കളിക്കുന്ന കുറച്ചുകൂടി സെൻട്രിഷ് ആയിട്ടാണ്. ഇവിടെ പക്ഷേ കുറച്ചുകൂടി അദ്ദേഹത്തെ വിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ എന്താണ് ഇന്ന് കോച്ച് കണ്ടിട്ടുള്ളതെന്ന് കണ്ടറിയണം. എന്നാൽ പോലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയിപ്പോൾ കളിക്കുകയാണെങ്കിലും ക്രിസ്ത്യാനോ 90 മിനിറ്റിന് പകരം ഒരു 60-70 മിനിറ്റിലൊക്കെ ആളെ പിൻവലിക്കുന്ന രൂപത്തിലേക്ക് പോയാലോ? അങ്ങനെ വരാം. ഇപ്പോൾ പ്രൈം ക്രിസ്ത്യാനോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഒരു ചോദ്യമില്ല. അപ്പോൾ നമ്മൾ വേൾഡിലെ തന്നെ നമ്മൾ ഏറ്റവും റിലയബിൾ എന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സ്ട്രൈക്കറാണ്. ഏത് പൊസിഷനിലും ഇപ്പോൾ വിങ്ങർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്, ക്രിസ്ത്യാനെ സംബന്ധിച്ചോളം വെച്ചെങ്കിൽ മൂവ്മെന്റ് വളരെ ഒന്നുകൂടി റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ആ രീതിയിൽ അത് മാത്രമല്ല നമുക്ക് ഫേസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബോളിന്മേലൊക്കെ നിയന്ത്രണം തുടക്കത്തില് ഇതേപോലെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് ബോൾ എത്തിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറച്ച് കഴിയുന്നിടത്തോളം തോന്നുന്നു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്ന് പറയുന്നത് ഒരു പോച്ചർ കുറച്ച് ടൈം അങ്ങനെ പോകുന്നിടത്തോളം സ്വാഭാവികമായിട്ട് എന്താ പറയുക ഇഫക്റ്റീവ്നെസ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ നിന്നുമ്പോൾ സ്വാഭാവികമായിട്ട് വെറുതെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. എപ്പോഴും എനർജി എങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നവർ, മെസ്സിയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് ആ ബോക്സിൽ കുറേ നിന്നു, അതേപോലെ തന്നെ അങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും അപ്പോൾ റോള് ഇല്ല എന്നല്ല. എന്നാൽ റോള് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിങ്ങർ റോള് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ആ ഒരു അക്യുറസി, പേസ് എന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അക്യുറസി ഒക്കെ താഴേക്ക് പോകും എപ്പോഴും എന്നല്ല. കാരണം കുറച്ചുകൂടി കളി പുരോഗമിക്കുമ്പോൾ ആളുടെ അക്യുറസി താഴേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ അതൊന്നും ഒരാളെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, മനുഷ്യനാണ്. അത് അത്രയും ചിന്തിച്ചാൽ മതി. സൂപ്പർമാൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ റിഫ്ലക്സും റിയാലിറ്റി മനസ്സിലാക്കുന്നുള്ളതാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഫാൻസിന് പക്ഷേ ഇതൊന്നും എത്രത്തോളം ഏതർത്ഥത്തിൽ മനസ്സിലാവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ രസകരമായൊരു സംഭവം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മോളുടെ
പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പാരൻ്റ് എന്നോട് വന്നിട്ട് പറഞ്ഞ്, ഒരു ലേഡിയാണ്, സാറിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ കാണാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ ട്രോൾ ചെയ്ത് കേട്ടോ വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയത്. അപ്പോൾ ഞാനാലോചിച്ചു, നമ്മളിങ്ങനെ ട്രോൾ വീഡിയോസ് ഇറക്കുന്ന ആളുകളല്ല, നമ്മളിതിൽ വസ്തുതകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു ഘട്ടത്തിൽ വസ്തുതകൾ പറഞ്ഞാൽ പോലും അത് ആ അർത്ഥത്തിലല്ല എടുക്കപ്പെടുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് നമുക്ക് പറയാതെ പോകാനും പറ്റില്ല. കാരണം പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ശരിക്കും. എല്ലാ മേഖലയിലും ആവശ്യത്തിനുള്ള ടാലന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു പരീക്ഷണം നടത്താമായിരുന്നു. ഈ നോക്കൗട്ട്സ് വെച്ച് വളരെ നിർണായകമായിട്ടുള്ള മത്സരത്തിൽ എന്താണ് ചെയ്യുക, എങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുക? ഇല്ല, ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ആ രണ്ടാമത്തെ കളി ജയിച്ചതിന് ശേഷം, രണ്ടാമത്തെ കളി ഒന്നുകൂടി അവർ 4 ഉസ്ബെക്കിസ്ഥാനായിട്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാനായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ എന്താ ചെയ്യാ, കോച്ച് പറഞ്ഞാൽ ഞങ്ങൾ 21 കളിക്കാരെ കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആരും ഇവിടെ കളിപ്പിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഞാൻ വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ലൂക്ക മോഡ്രിച്ച് പലരുടെയും ഒരു ഇൻസ്പിറേഷനാണ്, നല്ല വിറ്റിനിയും പറയുന്നുണ്ട് എൻ്റെ റോൾ മോഡലാണെന്നൊക്കെ. അപ്പോൾ ഇത് ഏതാണ്ടൊരു കൺക്ലൂഷൻ പോലെ ചോദിക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തിന് സാറപ്പോൾ ഉത്തരം പറയാതെ പോയതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. അതായത് ഇതിലാരും മടങ്ങും? രണ്ടുപേർക്കും 40 വയസ്സ് കഴിഞ്ഞു, രണ്ടുപേർക്കും വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. ലൂക്ക മോഡ്രിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒരു തവണ കളിച്ചിട്ടുണ്ട്, 2018-ലാണത്. ഇതുവരെ ക്രിസ്ത്യാനോ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടില്ല. ഇന്നൊരു ലെജൻഡിൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരമായിരിക്കും, അതാരുടേതാവും? അതായത് ഞാൻ ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത് ഇന്നത്തെ കളിയുടെ റിസൾട്ടാണ്. ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ അഡ്വാൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. കാരണം പോർച്ചുഗൽ നല്ലൊരു ടീമാണ്, നല്ലൊരു സ്ക്വാഡാണ്. അപ്പോൾ അവർ നിലനിൽക്കണം. അതെ നിലനിൽക്കണം. ഇപ്പോൾ ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിൻ്റെ ഒരു സെമി ഫൈനലിൽ കളിച്ച ടീമാണ്, ഫൈനലിലെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നോക്കൗട്ട് എക്സ്പീരിയൻസുകൾ തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനേക്കാൾ ക്രൊയേഷ്യക്കാണ് ആ സ്റ്റേജുകളൊക്കെ കടന്നു പോയിട്ടുള്ളത്. ജസ്റ്റിൽ ഇന്ന് പോർച്ചുഗൽ ഒരു നേരിയ മാർജിനെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കളി എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവോ, ഷൂട്ട് ഔട്ട് ആവുമോ, അതല്ല 90 മിനിറ്റ് തീരുമാനമാവുമോ? ക്രൊയേഷ്യയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ഷേ ഷൂട്ട് ഔട്ടിലേക്ക് നീട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഷൂട്ടൗട്ടിൽ നീട്ടിയാൽ ചിലപ്പോൾ ഷൂട്ടൗട്ടിൽ മത്സരം നിർണ്ണയിക്കപ്പെടാം, ഒക്കെ സാധ്യത ഉണ്ട്. കഴിഞ്ഞ തവണ ബ്രസീലിനെ അവർ പരാജയപ്പെടുത്തിയത് ഷൂട്ടൗട്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോർച്ചുഗൽ ജയിക്കും, മുന്നോട്ട് പോകുന്നുള്ളതാണ് സാറിൻ്റെ ഒരു പ്രതീക്ഷ. ഞാനും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഈ ഒരു ഓളം ഇതേപോലെ നിലനിൽക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ടീമുകളൊന്നും മുന്നോട്ട് പോയില്ലെങ്കിൽ അതിപ്പോൾ ബ്രസീൽ, അർജന്റീന, അതെ ആ ഒരു ഓളം പോവും, നമ്മുടെ നാട്ടിൽ തന്നെ ഓളം പോവും. ഇപ്പോൾ ജർമ്മനിയുടെ പതാക അഴിച്ചു കൊണ്ടുപോകണ റീലൊക്കെ കണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ സങ്കടകരമായിരിക്കും. നമുക്കിവിടെ കളിയുടെ ഓളം ഇങ്ങനെ നിൽക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഏതായാലും പോർച്ചുഗൽ മികച്ച ടീമുണ്ട്, ഒരു സംശയവും വേണ്ട. ഇന്ന് അവരുടെ ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള പെർഫോമൻസ് എടുത്ത് വിജയിച്ച് കയറും എന്ന് തന്നെ കരുതാം. അപ്പോൾ നമുക്കതിൻ്റെ വിശകലനങ്ങൾ നാളെ പറയാം. ഇനി ഒറ്റ കളിയുടെ ഒരു ചെറുതായിട്ടൊന്ന് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ മതി. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ പോരാട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കം, എന്ത് പ്രതീക്ഷിക്കുന്നു? ഇപ്പം ടീമുകളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ലെവൽ ഓൾമോസ്റ്റ് ഒരുപോലെ. നമ്മളിപ്പോൾ റാങ്കിങ്ങും പൊതുവെ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പോൾ അൾജീരിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം എക്സ്ട്രീമാണ്. ഒരു മത്സരം എന്ന് വെച്ചെങ്കിൽ നല്ല മാർജിനിൽ തോറ്റിട്ടുണ്ട്, അതേപോലെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 3-3 ഓസ്ട്രിയക്ക് 3-3 എന്നുള്ളതാണ്, തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കിപ്പോൾ ചെറിയ ടീമുകൾ പോലും വലിയ ടീമുകളെ മലർത്തിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇന്നലത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഡിആർകൊ ഒരു ഗോളിനും അടിച്ചിരുന്നു, അപ്പോൾ ഇംഗ്ലണ്ട് ഓൾറെഡി തിരിച്ചടിച്ചില്ല എന്നുള്ള നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് പേപ്പറിൽ നമുക്ക് പറയാവുന്നത് സ്വിറ്റ്സർലൻഡ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ വിജയമാണ് സാറ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പെയിൻ വിജയിക്കും നമ്മൾ പറയുന്നു, പിന്നെ പോർച്ചുഗൽ വിജയിക്കും എന്ന് പറയുന്നു, അതുപോലെ സ്വിറ്റ്സർലൻഡ് വിജയിക്കും എന്ന് പറയുന്നു. ശരി, അപ്പോൾ നാളെ ഈ കളികളുടെ വിശകലനങ്ങളായിട്ട് കാണാം. അതുകൂടാതെ നാളെ അർജൻറ്റീനയുടെ കളിയുടെ പ്രിവ്യൂവും കാണാം. ശരി സുഹൃത്തുക്കളെ, നാളെ നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടി കാണണം.